ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 65. ഗോപി ഭഗവത് സമീപപ്രാപ്തി. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്തഃ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം. ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യഃ. സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാര ഉത്സവം മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്തഃ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയഃ മുരളികാം യമുനാവനാന്തേ. സമ്മൂർച്ഛനാഭിഃ ഉദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമസ്തപദം. സമ്മൂർച്ഛയന്തം അഖിലം ഭുവന അന്തരാളം. ത്വത് വേണുനാദം ഉപകർണ്യ വിഭോ തരുണ്യഃ തത് താദൃശം കമപി ചിത്തവിമോഹം ആപുഃ. താഃ ഗേഹകൃത്യനിരതാഃ തനയ പ്രസക്താഃ കാന്ത ഉപസേവനപരാഃ ച കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യഃ. സർവം വിസൃജ്യ മുരളീരവമോഹിതാഃ തേ കാന്താരദേശം അയി കാന്തതനോ സമേതാഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. இந்த 65லேந்துள்ள 5 ദശകങ്ങൾ രാസപഞ്ചാധ്യായി. எப்படி ഭാഗവതത്തിൽ 5 അധ്യായം കൊണ്ട് മഹാരാസം ചൊല്റാളോ അതേപോലെയുള്ള 5 അധ്യായങ്ങളാക്കും രാസപഞ്ചാധ്യായി. അതിൽ ആദ്യത്തെ ദശകം 65 ഫസ്റ്റ് ശ്ലോകത്തിൽ ത്വം അഥ നിയമാവസാനേ ഗോപീജനായ കഥിതം മാരോത്സവം സാധയിതും പ്രവൃത്തഃ. ഭഗവാൻ അതൊക്കെ മുന്നാടി നമ്മൾ ഗോപികളെല്ലാം അമ്പാള പ്രാർത്ഥന പണ്ണിന കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി ചൊല്ലി അമ്പാള പ്രാർത്ഥന പണ്ണിന அப்படின்னு பார்த்தோம். அங்க ഭഗവാൻ ചൊല്ലുവാർ உங்களுக்கு ഒരു നല്ല നിലാവുള്ള രാത്രിയിൽ உங்களோட ஆசையெல்லாம் பூர்ணம் பண்ணறேன் அப்படின்னு சொல்லுவார். அதை வச்சிருந்து அந்த விரதம் அவசானிச்சு நியமாவசானே அந்த விரதம் முடிஞ்சு அந்த മാരോത്സവം സാധയിതും രാസക്രീഡോത്സവത്തിൽ உங்களுக்கு நான் ஒரு நாளைக்கு பண்ணித்தரேன் அப்படி.
സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ യമുനാവനാന്തേ മുരളികാം പ്രാപൂരയഃ. നല്ല തെളിഞ്ച നിലാവ് ഉള്ള ഒരു രാത്രിയിൽ യമുനാ തീരത്തിൽ തീരപ്രദേശത്തിൽ പോയി നിന്ന് ഭഗവാൻ എനിക്ക് മുരളിയ ഊതറാരം. ഉദിത സ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛനാഭിഹി. അങ്ങ് ഭഗവാൻ ആരോഹണ അവരോഹണ ക്രമത്തിൽ തന്നോട് മുരളിയെ വാശിക്കറാരം. അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം. ലോകത്തിലെ സകലതയും സകല വിധமான ചരാചരങ്ങളും മോഹിക്കത്തക്കനെയാ വരുന്നതാം മുരളി ഗാനം. വിഭോ ത്വദ്വേണുനാഥം ഉപകർണ്യ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഹു. ഭഗവാനോട് വേണുഗാനം കേട്ട് തരുണികളാൻ ഗോപികമാർ அதுக்கு வாச்சகத்தினால சொல்ல முடியாது. அப்படி தத்தாதிருஷன் கமபி அதுக்கு സാദൃശമാ എന്ത ഒരു അവസ്ഥയിൽ അവ വന്നാ മുരളീനാഥൻ കേട്ടിട്ടുங்கிறது ചൊല്ല മുടിയാത്ത വാച്യമാ ചൊല്ല മുടിയാത്ത ഒരു അവസ്ഥയ്ക്ക് അവ പോയി ചേർന്നാ. அதுக்கு സദൃശമാ വേറൊന്നും ചൊല്ല മുടിയാതെ. താഹ സരോരുഹാക്ഷ്യഃ ഗേഹകൃത്യനിരതാഹ. അവ വീട്ടുവേലകളെല്ലാം പണിതിരുന്ന ഗോപികകൾ തനയ പ്രസക്താഹ. ചിലവ ആത്തിലെ കുഴന്തകളെ പരിചരണം പണിതിരുന്ന കാന്തോപസേവനപരാഹ. ചിലവ ഭർത്തൃ ശുശ്രൂഷ പണിതിരുന്ന ഐ കാന്തതനോ തേ മുരളീരവ മോഹിത. அப்படி அவ ஒவ்வொரு வீட்டு வேலைகள்ல இருந்தாலும் அந்த வேணுகானம் கேட்டதும் മോഹിത എല്ലാരും മോഹിക്കപ്പെട്ട് സർവം വിസർജ്യ എന്നെ ചെയ്തിരുന്നാളോ അതെല്ലാം അപ്പടിയേ പോട്ടിട്ട് കാന്താരദേശം സമേതാഹ കാട്ടുപ്രദേശത്തില് ഭഗവാനോട് മുരളിയെ കേട്ടത് ഓടി വന്ന அப்படின்னு சொல்றோம். ഹരേ.